അതേപോലെ ഭക്തജനങ്ങളുടെ മനസ്സിലും ഒരു സങ്കല്പമുണ്ട്. ഇത്രയും വലിയ സ്വർണ്ണപ്പാളി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ഇളക്കി മാറ്റി മോഷണം മുതലായിട്ട് കൊണ്ടുപോകുമ്പോൾ ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹം ഉൾപ്പെടെ പുരാതനമായ 75 വർഷത്തോളം പഴക്കമുള്ള ആ വിഗ്രഹം അത് തന്നെയാണോ അവിടെ ഇരിക്കുന്നത്? അതും മോഷ്ടിച്ചുകൊണ്ട് പോയോ? ആർക്കും അകത്ത് കയറി പോകാൻ ഇത് ഭഗവാനെ ഒരു സെക്കൻഡ് മാത്രമേ കണ്ട് തൊഴുവാൻ പറ്റൂ. അങ്ങ് ഒരു വർഷക്കാലയളവിൽ അവിടെ ഉള്ളതാണ്. അങ്ങയുടെ ഈ ഒരു അറിവ് ചിലപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യതയാകാൻ വേണ്ടിയാണ് ഈ ചോദ്യം. അങ്ങയുടെ അറിവിൽ ആ പുരാതനപരമായ ആ പഞ്ചലോക വിഗ്രഹം തന്നെയാണോ എപ്പോഴും ആ ശബരിമല അയ്യപ്പ സന്നിധിയിലുള്ളത്? ഒന്ന് അങ്ങേക്കൊന്ന് വെളിപ്പെടുത്താമോ? ശബരിമലയിൽ 2024-25 വർഷം ശബരിമലയിലെ മേൽശാന്തിയായിട്ടുള്ള അരുൺ നമ്പൂതിരിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. കഴിഞ്ഞ ഒരു വർഷക്കാലം ശബരിമലയിലെ പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ പടിയിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിലാണുള്ളത്. എന്തായിരുന്നു അദ്ദേഹം ആ ഒരു വർഷക്കാലത്ത് ആ ശബരിമലയിലെ പൂജയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളും അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം. സ്വാമിയെ ശരണമയ്യപ്പ. നമ്മുടെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ശബരിമല അയ്യപ്പ സ്വാമിയെ പൂജിക്കണമെന്നുള്ളത്. അത് ഭഗവത് അനുഗ്രഹം കൊണ്ട് നമുക്കത് അനുഗ്രഹം കിട്ടി. അങ്ങനെ മേൽശാന്തിയായി ഭഗവാനെ അവിടെ പൂജ ചെയ്യാൻ നമുക്ക് നിയോഗം കിട്ടി. അവിടെ ഒരു വർഷക്കാലം ഭഗവാനെ പൂജിച്ചു. ഈ പൂജാവേളയിലൊക്കെ നമുക്ക് വളരെ ആനന്ദം കൊള്ളുന്ന ഒത്തിരി അനുഭവങ്ങൾ ഭക്തജനങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. അതിലൊരു കാര്യം, ഒരു കുടുംബത്തിൽ നിന്ന് വന്നവരെ കുഞ്ഞ് ഒരു 5 വയസ്സ് കാണും. ആ കുഞ്ഞ് സംസാരശേഷിയില്ല. അന്നേരം അവർ വിവരങ്ങളൊക്കെ പറഞ്ഞു. മേൽശാന്തി അദ്ദേഹം എന്താ നമുക്ക് ചെയ്യേണ്ടത്, ഭഗവാൻ എന്ത് ചെയ്താൽ നമുക്ക് കുട്ടിയുടെ സംസാരശേഷി വീണ്ടും കിട്ടും. അന്നേരം നമുക്ക് ഏറ്റവും വലുത് പ്രാർത്ഥന തന്നെയാണ്. ആ പ്രാർത്ഥനയുടെ കൂടെ തന്നെ ഭഗവാനെ നമുക്ക് മൂടുന്ന ഭസ്മമുണ്ട്. നമ്മൾ നട അടയ്ക്കുമ്പോൾ ഭഗവാനെ ഭസ്മവിഭൂഷിതനായിട്ട് മൂടിയാണ് നട അടയ്ക്കുന്നത്. ആ ഭസ്മവും കൊടുത്തു കുഞ്ഞിന് കഴിക്കാൻ. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഏത് വിധത്തിലുള്ള ചികിത്സയാണെന്ന് വെച്ചാൽ അത് ചെയ്യണം. യന്ത്ര ഔഷധമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അന്നേരം അവർ പ്രധാനപ്പെട്ട ഏതോ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ട ചികിത്സയും കൂടെ ചെയ്ത് ഒരു 3 മാസത്തിന് ശേഷം അവർ വീണ്ടും തിരിച്ചു വരുന്നു. കുഞ്ഞ് സംസാരിച്ച് തുടങ്ങിയെന്നും പറഞ്ഞു. അതൊരു അത്ഭുതം തന്നെയാണ്. അക്ഷരങ്ങളൊക്കെ പറയാൻ തുടങ്ങിയെന്നും പറഞ്ഞ് അവർ വളരെ സന്തോഷമായിരുന്നു. വെച്ചാൽ ഇത്രയും കാലമായിട്ട് കുഞ്ഞൊന്നും മിണ്ടത്തില്ലായിരുന്നു. അന്നേരം അത് പറയാൻ തുടങ്ങിയപ്പം നമുക്കൊരു മഹാ അത്ഭുതമായിട്ടാണ് തോന്നിയത്. അതേപോലെ നമുക്ക് നിരവധി അനുഭവങ്ങൾ അവിടെ ഉണ്ട്. അയ്യപ്പസ്വാമിയുടെ അവിടെ എന്തുകൊണ്ടും ഭഗവാൻ കാരുണ്യവാരിധിയാണ്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ചൊരിയുന്ന ആളാണ്. അതിനൊരു സംശയമില്ല. നിരവധി മണ്ഡലകാലങ്ങളിൽ അവിടെ മേൽശാന്തിമാരായിട്ടും മാളികപ്പുറം അല്ലെങ്കിൽ കീഴ്ശാന്തിമാരും ഒക്കെ ആയിട്ട് നിയമിതരാകും. അങ്ങയുടെ ഈ കാലഘട്ടത്തിലാണ് ഈ ഭഗവത് സന്നിധിയിൽ ഇത്തരത്തിൽ ശബരിമലയിൽ നിന്നും സ്വർണ്ണ പാളികൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അത് പൊതുജനങ്ങൾ അല്ലെങ്കിൽ പൊതു സമൂഹത്തിൽ എത്തപ്പെടുകയും അതിൽ മോഷണ വിധേയരായവർ ഇന്നൊരു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റകത്തും ജയിലറക്കുള്ളിയാണ്. അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ ഭക്തി നിർഭരമായിട്ടുള്ള ആ പ്രാർത്ഥനയും പൂജയുടെയും ഫലത്തിൽ ആണോ ഇത്തരത്തിലൊരു വെളിപ്പാടുണ്ടായത്, അതോ സ്വാഭാവികമായിട്ട് സംഭവിച്ചതായിരിക്കുമോ? എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? എല്ലാം സ്വാഭാവികമാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. മറ്റു വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ എനിക്കറിയത്തില്ല. നമുക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പൂജിക്കുക എന്നുള്ളതാണ്. ആ കാര്യം വളരെ കൃത്യയോടെ നമ്മൾ പാലിച്ചു വന്നു. ഭഗവാൻ സത്യസ്വരൂപനാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹം അത് വേണ്ട കാലത്ത് വേണ്ട പോലെ വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും വന്നു ചേരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ ഇന്നിപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ പലതും ഇപ്പോൾ ഭരണകക്ഷിയല്ലാതെ പ്രതിപക്ഷ കക്ഷി അംഗങ്ങളായിട്ടുള്ള പല നേതാക്കന്മാരും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ ഭക്തജനങ്ങളുടെ മനസ്സിലും ഒരു സങ്കല്പമുണ്ട്. ഇത്രയും വലിയ സ്വർണ്ണപ്പാളി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ഇളക്കി മാറ്റി മോഷണം മുതലായിട്ട് കൊണ്ടുപോകുമ്പോൾ ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹം ഉൾപ്പെടെ പുരാതനമായ 75 വർഷത്തോളം പഴക്കമുള്ള ആ വിഗ്രഹം അത് തന്നെയാണോ അവിടെ ഇരിക്കുന്നത്? അതും മോഷ്ടിച്ചുകൊണ്ട് പോയോ? ആർക്കും അകത്ത് കയറി പോകാൻ ഇത് ഭഗവാനെ ഒരു സെക്കൻഡ് മാത്രമേ കണ്ട് തൊഴുവാൻ പറ്റൂ. അങ്ങ് ഒരു വർഷക്കാലയളവിൽ അവിടെ ഉള്ളതാണ്. അങ്ങയുടെ ഈ ഒരു അറിവ് ചിലപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസയോഗ്യതയാകാൻ വേണ്ടിയാണ് ഈ ചോദ്യം. അങ്ങയുടെ അറിവിൽ ആ പുരാതനപരമായ ആ പഞ്ചലോക വിഗ്രഹം തന്നെയാണോ എപ്പോഴും ആ ശബരിമല അയ്യപ്പ സന്നിധിയിലുള്ളത്? ഒന്ന് അങ്ങേക്കൊന്ന് വെളിപ്പെടുത്താമോ? അവിടെ വരുന്നവർക്കെല്ലാം ശ്രീകോവിലിൽ പ്രവേശിക്കാൻ പറ്റില്ല. മേൽശാന്തി, കീഴ്ശാന്തി, തന്ത്രി അവരുടെ കൂടെ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം അവരുടെ അറിവോടും കൂടിയുള്ളവർക്ക് മാത്രമേ ശ്രീകോവിലിൽ പ്രവേശിക്കാൻ പറ്റൂ. അങ്ങനൊരു കാര്യം നടന്നിട്ടില്ല. ഭഗവാന്റെ വിഗ്രഹം അത്
വളരെ കാലത്തെ അവിടെ പൂജിക്കുന്നതാണ്. അത് തന്നെയാണ് ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഭക്തജനങ്ങളിലുള്ള എന്താണെന്ന് നമുക്കത് വ്യക്തമാക്കാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പൂജിക്കുക എന്നുള്ളതാണ്. അതുമാത്രമേ ഞാൻ അവിടെ ചെയ്തിട്ടുള്ളൂ. അതിനെ കൂടുതൽ വിശേഷങ്ങളായിട്ടും എനിക്കറിയത്തില്ല. തിരുമേനിയുടെ വിലപ്പെട്ട സമയം കർമ്മ ന്യൂസുമായിട്ട് പങ്കുവച്ചതിന് നന്ദി. ഞങ്ങൾക്കും ഞങ്ങളുടെ കർമ്മ ന്യൂസിനും അങ്ങയുടെയും സ്വാമിയുടെ അനുഗ്രഹം എല്ലാം ഉണ്ടാവണം. സ്വാമിയെ ശരണം അയ്യപ്പ. സ്വാമിയെ ശരണം അയ്യപ്പ.